കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ വിശാലിന് നല്ല അടി കിട്ടി പഞ്ചറായിട്ട് ഇരിക്കുകയാണ്. വിനീതിൻ്റെ കയ്യിലും നിവിൻ്റെ കയ്യിലും കണക്കിന് കിട്ടിയിട്ടുണ്ട്. എന്നാലും വിശാൽ സത്യം പറയണില്ലേ. വിശാൽ ഒറ്റ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. യമുനയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവളേനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിനീത് പറയും, വിശാലെ നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ഇനി ഇനിയും പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ഇനിയും കിട്ടുന്ന അടിയുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് വിനീത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവിനും ചോദിക്കുന്നുണ്ട്. പക്ഷേ വിശാൽ യാതൊരുവിധ കാരണവശാലും പറയില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോഴാണ് തിരച്ചിലൊക്കെ അവസാനിപ്പിച്ചിട്ട് ഗംഗ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വിനീത് ചോദിക്കും, എന്താ ഗംഗയെ എന്താ യമുനയെ കിട്ടിയോ? ഇല്ല വിനീതേട്ടൻ, ഞങ്ങൾ ഈ വീടിൻ്റെ മുക്കും മൂലയും അരിച്ചു പറക്കി, പക്ഷേ എവിടെയും ഗംഗയെ കാണുന്നില്ല എന്ന്. അപ്പോൾ ഇത് വീണ് കിട്ടിയ അവസരമായിട്ട് വിശാൽ പറയും, കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഗംഗ ചേച്ചി, ഇവിടെ യമുനയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. യമുനയെ അവിടെ കൊണ്ടുവന്നിട്ടില്ല. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ലാണ്ട് യമുനയും ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന്. അപ്പോൾ ഗംഗ പറയും, എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു. കാവേരി പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇനി യമുന ഇവൻ്റെ കൂടെയല്ല വന്നതെങ്കിലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ കാവേരി വീടിൻ്റെ ഉള്ളിൽ തിരയുന്നുണ്ട്. അങ്ങനെ കാവേരി വീടിൻ്റെ ഉള്ളിൽ തിരഞ്ഞു നോക്കി നടക്കുമ്പോൾ ഒരു ബാഗ് കണ്ണിൽപ്പെടും. നോക്കിയപ്പോൾ ആ ബാഗ് നമ്മുടെ യമുനയുടെ കോളേജ് ബാഗാണ്. അപ്പോൾ കാവേരി വിളിച്ചു പറയും, ഗംഗ ചേച്ചി യമുന ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യമുന കാവേരി വിളിച്ചു പറയും. അപ്പോൾ ഇത് കേട്ടതോടു കൂടി വിശാലിൻ്റെ രണ്ട് കൂട്ടുകാരന്മാരെ ഇറങ്ങി ഓടും. പക്ഷേ വിശാലിനെ വിനീതിന് പിടിക്കാൻ പറ്റും. അപ്പോൾ നിവിൻ പറയും, വിനീത് നീ ഇവനെ പിടിച്ചോ, നമുക്ക് ഗംഗയുടെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് നിവിനും അകത്തോട്ട് പോകും. അങ്ങനെ വിനീത് വിശാലിനെ കഴുത്തിന് പിടിച്ച് ലോക്കിട്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നിവിനും അകത്തോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതേ നിവിൻ ബാഗ് കണ്ടോ യമുനയുടെ, പക്ഷെ അവളെ കാണുന്നില്ല എന്ന് പറയും. അങ്ങനെ അവർ ബാഗ് കിട്ടിയ റൂമിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് ചാക്കുകൾ ഇരിക്കുന്നത് കാണാം. അപ്പോൾ നിവിൻ മെല്ലെ ഓരോരോ ചാക്കുകളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ചാക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ യമുന അതിൻ്റെ അടിയിൽ കിടക്കുന്നത് കാണാം. അപ്പോഴത്തേനും ഇവർ യമുനെ എന്നൊക്കെ പറഞ്ഞ് യമുനേനെ വിളിച്ച് ഒരുവിധം പുറത്തോട്ടെടുക്കും. പക്ഷേ യമുന എന്ന് വിളിച്ചിട്ടൊന്നും യമുന വിളി കേൾക്കുന്നില്ല. യമുന വിളി കേൾക്കാതെ ആയപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയായി. അപ്പോൾ നിവിൻ എന്ത് ചെയ്യും, നിവിൻ്റെ വിരലെടുത്ത് യമുനയുടെ മൂക്കിൻ്റെ അവിടെ വെച്ച് നോക്കും. അപ്പോൾ ശ്വാസം വലിക്കുന്നുണ്ട് യമുന. കുഴപ്പമൊന്നുമില്ല, ശ്വാസം വലിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അതിന് എല്ലാവർക്കും ഒരു ആശ്വാസം. അങ്ങനെ നിവിൻ പുറത്ത് പോയിട്ട് വെള്ളം എടുത്തു കൊണ്ടുവരാമെന്ന് പറയും. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഗംഗയും കാവേരിയും അവളെ കയറ്റിയിട്ട് അവിടെയുള്ളൊരു ബെഞ്ചുമേ കിടത്തുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നിവിൻ വെള്ളവുമായിട്ട് വരും. അങ്ങനെ വെള്ളം എടുത്ത് അവർ യമുനയുടെ മുഖത്തൊക്കെ മുഖത്ത് തെളിച്ചപ്പോൾ അവൾ കണ്ണ് തുറക്കും. പിന്നെ വളരെ വലിയൊരു ആശ്വാസമായി. എന്നിട്ട് അവൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കും. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കും, നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വിശാലിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ വന്നത്. വിശാൽ എന്നെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മുടെ സ്ഥലത്തിനെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ നമുക്ക് തിരിച്ചു തരാം, അല്ലെങ്കിൽ അതിന് പൈസ തരാം, അതിന് പകരം പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിശാൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് യമുന പറയും. അപ്പോൾ നമ്മുടെ ഗംഗ അവളെ വഴക്ക് പറയും, നീ ഇത്രയ്ക്ക് മണ്ടിയാണോടി, അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ട് നീ ഇങ്ങോട്ട് പോരുകയാണോ ഇവൻ്റെ കൂടെ, അത് ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാവേരി പറയും, വേണ്ട ചേച്ചി അവളെ വഴക്ക് പറയണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ യമുന നന്നായി കരയും. അപ്പോൾ യമുന, ചോറ് ചേച്ചി എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് യമുന കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കാവേരി പറയും, സാരമില്ല, നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, നീ അവനെ വിശ്വസിച്ചു എന്നല്ലേ ഉള്ളൂ, സാരമില്ല യമുനെ എന്ന് പറഞ്ഞ് കാവേരി അവളെ ആശ്വസിപ്പിക്കും. ഇതേ സമയം നമ്മുടെ വിശാൽ വിനീതിൻ്റെ കയ്യിൽ പെട്ടിട്ട് നിൽക്കുകയാണ്. അപ്പം നിവിൻ അവനെ ചോദ്യം ചെയ്യാണ്. നിവിൻ ചോദിച്ചു, നിൻ്റെ അച്ഛൻ എത്ര മോശം ആളാണെച്ചെങ്കിലും ഇതുപോലത്തെ വൃത്തികെട്ട കാര്യങ്ങളൊന്നും നിൻ്റെ അച്ഛൻ ചെയ്യാറില്ല. നീ എങ്ങനെ ജനിച്ചു, നീ അങ്ങേറ്റൊരു മകനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണം. കൂട്ടത്തിൽ നിവിൻ ഒരു കാര്യം കൂടി ചോദിക്കും, നിൻ്റെ പെങ്ങളോടാണ് ഒരാളിങ്ങനെ പെരുമാറുന്നതെങ്കിൽ നിനക്ക് സഹിക്കോടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശാൽ പറയും, എൻ്റെ പെങ്ങളുടെ മുഖത്ത് പോലും ഒരാൾക്ക് നോക്കാനുള്ള ധൈര്യമില്ലേ, എൻ്റെ പെങ്ങളും ഈ പെണ്ണും തമ്മിൽ എത്ര അന്തരമുണ്ടെന്ന് നിങ്ങൾക്കറിയോ എന്ന്. അപ്പോൾ നിവിൻ പറയും, എടാ നിനക്ക് നിൻ്റെ പെങ്ങളെ പോലെ തന്നെയാണ് മറ്റുള്ള സ്ത്രീകളും എന്ന് പറഞ്ഞ് നിവിൻ നമ്മുടെ വിശാലിനെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം ആകെ ഭയപ്പെട്ട് നിൽക്കുക തന്നെയാണ് നമ്മുടെ യമുന. അങ്ങനെ ഗംഗ അവളെങ്ങനെ ഇരുത്തി ആശ്വസിപ്പിക്കുന്നുണ്ട്.
ഉം. എന്നിട്ട് പറയും ഇനി നമുക്ക് ഇവരായിട്ട് തിരിച്ചു പോകാം. അപ്പോൾ വിശാലിനെയും കൂട്ടിയിട്ട് വേണം തിരിച്ചു പോകാൻ. കാരണം സത്യം എല്ലാവരും അറിയണം. പിന്നെ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇവനെയും ഇവൻ്റെ അച്ഛന് ഇതിന് വല്ല പങ്കുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അവരെ ആരെയും വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഓടിപ്പോയിട്ടുള്ള വിനീത് വിശാലിൻ്റെ രണ്ട് കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരന്മാർ എന്ത് ചെയ്യും, എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ആശങ്കയിൽ നിൽക്കുകയാണ്. കാരണം വിശാലിന് ഇവരുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു, അവരാണെച്ചെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്തു. പിന്നെ യമുനയെ തട്ടിക്കൊടുന്ന വിവരം എങ്ങാനും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ വേറെ പ്രശ്നങ്ങളാവും. കാരണം സ്ത്രീകളെ തട്ടിക്കൊടുന്നു കഴിഞ്ഞാൽ അത് കേസ് വേറെയാണ്. അപ്പോൾ അവരിനി എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ടാണ് അവർ ഹർഷനും മിലനും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവർ ജയപാലൻ്റെ വീട്ടിലോട്ട് ഫോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജയപാലനോട് അവർ മുഴുവൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജയപാലനെങ്കിൽ ഞങ്ങൾ ജയപാലനങ്ങളുടെ മാർത്താണ്ഡത്തോട്ടുള്ള വീട്ടിൽ പോയിരുന്നു. ബാംഗ്ലൂർക്കല്ല പോയത്, ബാംഗ്ലൂർക്കാണ് പോകുക എന്ന് വിശാൽ അങ്കിളിനോട് കള്ളം പറഞ്ഞതാണ്. ഞങ്ങൾ മാർത്താണ്ഡത്തോട്ടാണ് പോയത്. അങ്ങനെ യമുനയെ കാണാനില്ല എന്ന് പറഞ്ഞ് പുഷ്പവാടിയിൽ നിന്ന് വന്ന ആ തയ്യൽക്കടക്കാരൻ വിനീതും പിന്നെ അങ്കിളിൻ്റെ കസിൻ വിനീതും പിന്നെ രണ്ട് പെണ്ണുങ്ങളും കൂടി ചേർന്ന് ഞങ്ങളെ വന്ന് ആക്രമിച്ചു. ഞങ്ങൾ ഭാഗ്യത്തിന് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ വിശാലിന് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. വിശാൽ അവരുടെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ട്. ഇനി അവർ വിശാലിനെ എന്താ ചെയ്യുകയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വിവരം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്കിളിനെ വിളിച്ചതാണ് എന്ന് പറയും. അപ്പോൾ ബാക്കി പറയുന്നതിന് മുൻപ് അവർ ഫോൺ കട്ടാക്കും. ജയപാലൻ തിരിച്ചു വിളിക്കുമ്പോഴൊക്കെ അവരെ ഫോൺ സ്വിച്ച് ഓഫാണ്. അങ്ങനെ ജയപാലൻ ഭാര്യയോട് പറഞ്ഞ് ഭാര്യേനെയും കൂട്ടിയിട്ട് താഴ്വാരം വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ജയപാലൻ പറയും, നീ അവരോട് നല്ല സ്നേഹത്തിലൊക്കെ അഭിനയിക്കണം, എന്നാൽ മാത്രമേ നമ്മളുടെ മകൻ എവിടെയാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ജയപാലൻ്റെ ഭാര്യ പ്രവീണ പറയും, അപ്പോൾ നമ്മുടെ മോൻ ഇവരുടെ വീട്ടിലില്ലേ, ഇവരുടെ കസ്റ്റഡിയിലില്ലേ? എടി മണ്ടത്തി, അതൊന്നും നമുക്കറിയില്ല. ഇവൻ എവിടെയാണുള്ളത് എന്ന് നമുക്കറിയണം. അതിന് നീ അവരോട് സ്നേഹത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ജയപാലൻ ഒരു നാണവും ഇല്ലാതെ പ്രവീണയും കൂട്ടിയിട്ട് ആ വീട്ടിലോട്ട് കയറുകയാണ്. അങ്ങനെ ജയപാലനാണെന്ന് വെച്ചെങ്കിൽ ലോക അഭിനയമാണല്ലോ. ജയപാലൻ അമ്മേ അമ്മൂ എന്നൊക്കെ വിളിച്ചിട്ടാണ് മണി അടിക്കുന്നത്, കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അങ്ങനെ നമ്മുടെ രാധമ്മയാണ് വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ രാധമ്മ ചോദിക്കും, എന്താ ജയപാലാന്ന്? ഇല്ല ഞാനൊന്നുമില്ല, ഞാനേ യമുനയുടെ കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് എന്ന്. അപ്പം നമ്മുടെ ജയപാലൻ്റെ ഭാര്യ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളു എന്ന് പറഞ്ഞ പോലെ പറയും, ആ ജയപാലേട്ടൻ എല്ലാവരും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയപാലേട്ടൻ ഒരു സമാധാനം ഇല്ല യമുനയുടെ കാര്യം അറിയാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് നേരിട്ട് പോയി താഴ്വാരം വീട്ടിൽ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഞാനാണ് ജയപാലേട്ടനെ സമാധാനപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന്. അപ്പോൾ അപ്പോൾ അങ്ങനെ പ്രവീണയും ഇത് പറയും. അപ്പോൾ നമ്മുടെ രാധമ്മ ഒന്നും മിണ്ടൊന്നുമില്ല. ഇതേ സമയം നമ്മുടെ ശാരദ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ശാരദയെ കണ്ടപ്പോൾ ജയപാലൻ ചോദിക്കും, എന്തായി ശാരദയെ, വിവരം വല്ലതും കിട്ടിയോ യമുനയുടെ? എന്തായി അന്വേഷണമൊക്കെ എന്തായി? എനിക്കൊരു സമാധാനമില്ല, ഞാൻ കുറേ ആൾക്കാരൊക്കെ വിളിച്ചു നോക്കി, വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജയപാലനും പ്രവീണയും കൂടി സോഫയിൽ ഇരിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ശാരദ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ച് ചൂലെടുത്ത് പുറത്ത് കാണിക്കുന്നത്. എന്നിട്ട് ഈ കുറ്റിച്ചൂലെടുത്തിട്ട് ശാരദ അവരോട് ഇറങ്ങാൻ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കും. അപ്പം പിന്നെ അവർക്ക് ആകെ ഇരിക്കാൻ വേണ്ടി പോവുമായിരുന്നു, ഇരിക്കാനും പറ്റിയില്ല, ആകെ നാണക്കേടാവുകയും ചെയ്തു. അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കാണിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. താങ്ക്